ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. വളരെ പവർഫുള്ളായിട്ടുള്ള വചനവുമായിട്ടാണ് വരുന്നത്. ഒരാൾ തൻ്റെ പ്രവൃത്തികളിൽ എങ്ങനെ അനുഗ്രഹീതനാകും? നമ്മളെല്ലാം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ തേടി നടക്കുന്ന ഒരു കാര്യമാണ്. അനുഗ്രഹമാണ്. അനുഗ്രഹം കിട്ടുന്നില്ല. അനുഗ്രഹം കിട്ടുന്നുള്ള തടസ്സങ്ങൾ മാറണം. ആ വചനം ഒന്ന് കേൾക്കാം. യാക്കോബ്സിയുടെ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അതിനുള്ള മറുപടിയുണ്ട്. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും. ഇതിലേക്കൂടെ കേട്ട് അതിലേക്കൂടെ പോയിട്ട് കാര്യമില്ല. ഉള്ള സ്ഥലത്ത് മുഴുവൻ ഓടിയെടുക്കും, നടക്കും, ഉള്ളത് മുഴുവൻ എഴുതിയെടുക്കും. പക്ഷെ ഒന്നും ജീവിതത്തിൽ മാറ്റം വരുത്താൻ കടുകുമണിയോളം തയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ആത്മവഞ്ചകരാണെന്നാണ് പറയുന്നത്. വീണ്ടും പറയുന്നു, വചനം കേൾക്കുക അത് അനുവർത്തിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. കണ്ണാടി നോക്കിയിട്ട് അങ്ങോട്ട് പോകും, ആ കാര്യം മറന്നുപോയി അല്ലേ? അതുപോലെ അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. അതും ഓർത്തുകൊണ്ടിരിക്കാൻ ആർക്കാ നേരം? അപ്പം അതുപോലെ ഓർക്കാതിരിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മളെവിടെയെങ്കിലും പോകുന്ന നേരം കണ്ണാടിയിൽ നോക്കും, മുടിവാരും, പൗഡർ ഇടും, അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടൊക്കെ പോകും. പക്ഷേ അതും ഓർത്ത് നമ്മളിരിക്കുക ഇല്ല. പക്ഷെ വചനം അങ്ങനെ ടൈം പാസ് പോലെ അല്ലെങ്കിൽ സൗന്ദര്യം മുഖമിനുക്കം നടത്തുന്നത് പോലെ കടന്നു പോകാനുള്ള ഒരു കാര്യമല്ല. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകും, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കഷ്ടം അല്ലേ? അപ്പം ഇതാണ് എല്ലാ തകർച്ചകളുടെയും കാരണം. ഇങ്ങനെ എല്ലാ കാര്യവും ചെയ്യുന്നത് പോലെ ഒരു കാര്യം, അങ്ങനത്തെ കാര്യമല്ല ഈ വചനം സ്വീകരിക്കുന്നത്. കേട്ടത് മറക്കുന്നവനല്ല. കുറച്ചും കൂടെ വ്യക്തമായിട്ട് യാക്കോബ്സിക പഠിപ്പിച്ചു തരികയാണ്. പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതായത് നമുക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണോ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അടിമത്തങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമോ? ബന്ധനം അഴിയണമോ? ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമോ? എന്ത് ചെയ്യണം? നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും ചെയ്യുന്നവൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഉറച്ച കുറ്റി പോലെ നിൽക്കണം. നമുക്കറിയാം, നമ്മൾ ഈ ബോട്ട് ജെട്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക്, ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ചളിക്കവട്ടത്തിൻ്റെ അടുത്ത് ആറാട്ടുകടവ് ജെട്ടിയുണ്ട്. അപ്പോൾ അവിടെ ബോട്ട് വഞ്ചിയൊക്കെ അടുക്കുമ്പോൾ അത് പിടിച്ച് കെട്ടാൻ വേണ്ടിയുള്ള കുറ്റികളുണ്ട്. ഇളക്കം തട്ടുന്ന ഊരി പോകുന്ന കുറ്റി ഇട്ടിട്ട് കാര്യമില്ല. പുഴയിലാണെങ്കിലും ആ ജങ്കാറ് പോകുന്ന നല്ല ആഴമുള്ള പുഴയാണ്, അതനുസരിച്ച് ആഴത്തിൽ ആ കുറ്റികൾ ആഴത്തിൽ ഇറക്കി പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ജങ്കാറൊക്കെ പോകുമ്പോൾ ആഴമുള്ള സ്ഥലം കാണിക്കുന്നതിനുള്ള റിഫ്ലക്ടറുകളൊക്കെ നേരത്തെ കുറ്റിയായിരുന്നു, ഇപ്പോൾ അത് മറ്റ് ചില രീതികളിലൊക്കെ റിഫ്ലക്ടറുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന, വെള്ളം കൂടുന്നതും കുറയുന്നതനുസരിച്ച് അത് പൊങ്ങിയും താഴ്ന്നും കിടക്കും. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ ആ ഉറച്ച കുറ്റിയാണെങ്കിൽ മാത്രമേ അതിൽ ബോട്ട് വഞ്ചി പിടിച്ച് കെട്ടി നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപകടമില്ലാതെ ആളുകൾക്ക് കയറാനും ഇറങ്ങാനും പറ്റത്തുള്ളൂ. ഇതുപോലെ അതിൽ ഉറച്ചു നിൽക്കുക. ഏതിൽ? എന്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്? വചനത്തിൻ്റെ കാര്യമാണ്. വചനത്തിൽ ഉറച്ചു നിൽക്കുക. കാരണന്മാരൊക്കെ പറയില്ലേ, നീ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുന്നു പറയും അല്ലേ? അപ്പം ചതഞ്ഞ ഞാങ്ങണ പോലെ ആകരുത്. പാട്ടിൽ പാടിയിട്ടില്ലേ, ചതഞ്ഞ ഞാങ്ങണ ഓടിക്കുകില്ല അവൻ, പുകയുന്ന തിരി കെടുത്തുകില്ല. അപ്പം ചതഞ്ഞ ഞാങ്ങണ പോലെ ഇരുന്നിട്ട് കാര്യമില്ല, കർത്താവ് കെടുത്തുകയില്ല. നമുക്ക് ഒരാഗ്രഹം വേണം, ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. യു ആർ ബ്ലസ്ഡ്. കിട്ടിക്കഴിഞ്ഞു, ഉറച്ചു നിന്നാൽ മതി. ഉടനടി ഓടി ഇങ്ങനെ അനുഗ്രഹം കുതിച്ചു പാഞ്ഞൊന്നും വരത്തില്ല. ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെ ആകാം, ഒഴുക്കിനെതിരെ നീന്തേണ്ട അവസ്ഥകളുണ്ടാകാം, എല്ലാവരും ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ നിന്നെ കൊത്തി മുറിവേൽപ്പിച്ചവർ അല്ലെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ, അപ്പോസ്തലപ്രവർത്തനം 4:11 പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്നു. അത് സംഭവിച്ചിരിക്കും. വചനത്തിൽ ഉറച്ചു നിൽക്കുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. കർത്താവേ, ഈ വചനം ഞങ്ങൾ കേട്ടതുപോലെ എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ അനുഗ്രഹം കിട്ടിയെന്ന് പറയുന്നവരുണ്ട്, ഒട്ടും അനുഗ്രഹം കിട്ടുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ഈ വചനത്തിലൂടെ, ഈ വചനം യാക്കോബ്സിയുടെ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 25 വരെ വീണ്ടും 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 ആത്മശോധന ചെയ്ത് അതെനിക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ. വീണ്ടും ഒരു വചനം കൂടെ തരാം അതിൻ്റെ ഒപ്പം. യെശയ്യാ 55:10-11 മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയിൽ
ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകും. ഇതെന്ത് ബ്രദറാണെന്ന് പറയും. അല്ലെങ്കിൽ ആകാശത്തോട്ടാണ് മഞ്ഞും മഴയും പോണത്. അത് ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയെ നനയ്ക്കുന്നു. ഇതുപോലെ തന്നെ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ കൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടുകയില്ല. റോമ 9:6 ഇവിടെ പറയുന്നു. നേരെ തിരിച്ചാണ് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണ്, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അപ്പോൾ നമ്മൾ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ തളർന്നു പോയേക്കാം, ഡിപ്രഷനിലായേക്കാം, വിഷമിച്ചു പോയേക്കാം, കാര്യങ്ങൾ നീണ്ടു പോയേക്കാം. ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ഏശയ്യ 55:10-11 അതുപോലെ യാക്കോബ്യരുടെ ലേഖനം 1-22-25 വരെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. കർത്താവേ, ഈ വചനത്തിൽ കേട്ടതുപോലെ അങ്ങ് ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ഈ വചനം ചെയ്യുമെന്ന് എനിക്ക് ആ ഒരു ഉറപ്പ്, വിശ്വാസം എനിക്ക് തരണം. എൻ്റെ പാപങ്ങൾ അവിടുത്തെ തിരക്തം കൊണ്ട് കഴുകി കളഞ്ഞ് വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ ഈ വചനം കേൾക്കുന്നവരെയും പ്രാർത്ഥിക്കുന്ന എന്നെയും പ്രഘോഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു